പരാശക്തി സുധാ കൊങ്കാര സംവിധാനം ചെയ്ത്, സുധാ കൊങ്കാരയില്ലേ സംവിധാനം ചെയ്ത് ശിവ കാർത്തികേയൻ മുഖ്യ കഥാപാത്രമായി രവി മോഹനൊക്കെ കഥാപാത്രമായ ചിത്രമാണ് പരാശക്തി. 1960 കാലഘട്ടത്തിലെ കഥ പറയുന്ന ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നം തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇത് ലാംഗ്വേജ് പ്രശ്നം തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നത്. എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിലൊക്കെ വളരെ വേഗം വിറ്റുപോകാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് അത്. വടക്കേ ഇന്ത്യയിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യുമെന്ന് നമുക്കറിയില്ല. ഏതായാലും ഈ ചിത്രം ശ്രദ്ധയാകർഷിച്ചത് നമ്മുടെ ജനനായകന് ക്ലാഷായിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. ശിവകാർത്തികേയൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ ചിത്രമായിരിക്കാം ഈ ചിത്രം. അതുപോലെ മികച്ച കളക്ഷനും ഒക്കെ നേടിയ ചിത്രമാണ്. ഇതിൻ്റെ OTT ഒക്കെ 50 കോടിക്ക് മുകളിലെങ്ങാണ്ട് വിറ്റുപോയി എന്നൊക്കെയുള്ള വാർത്തകൾ പുറത്തു വന്നായിരുന്നു. അപ്പം എന്താകും എന്നറിയാൻ വേണ്ടിയാണ് ചിത്രം കണ്ടത്. കുഴപ്പമില്ലാത്ത ഒരു മൂവിയായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ പോസിറ്റീവായിട്ട് നമ്മൾ നോക്കിയത് ഇതിൻ്റെ അഭിനേതാക്കളൊക്കെ പൊതുവെ ഒരു ആവറേജ് നിലവാരം പുലർത്തിയ കഥ തന്നെയാണ്. ശിവകാർത്തികേയൻ, പ്രത്യേകിച്ച് മോഹനില്ലേ ജയൻ രവി, മികച്ച കഥാപാത്രമായിട്ട് തോന്നി. അതിലെ മികച്ച അഭിനയം രവി മോഹൻ്റെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രം മികച്ച രീതിയിൽ നിന്നു. പിന്നെ ശിവകാർത്തികേയൻ കുഴപ്പമില്ല. പിന്നെ ഈ ചിത്രം ആദ്യമേ എടുക്കാനിരുന്നത് നമ്മുടെ സൂര്യ, ദുൽഖർ, നസ്രിയ ഇവരെയൊക്കെ കേന്ദ്ര കഥാപാത്രമാക്കി എടുക്കാനിരുന്ന ചിത്രമാണ്. പക്ഷെ സൂര്യ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപടി മുമ്പിൽ നിൽക്കുമെന്ന് തോന്നുന്നു. ഒരു പവർ കിട്ടിയേനെ. അത്ര പോരാ ശിവകാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ പവറിനനുസരിച്ചല്ല ഈ ചിത്രം എടുത്തു വെച്ചിരിക്കുന്നത്. ഏതായാലും സൂര്യ ആയിരുന്നെങ്കിൽ ബൊമ്പൻ പവർ കിട്ടിയേനെ. ഒരു ജനനായകന് ഒത്ത ഒരു എതിരാളിയായിട്ട് മാറിയേനെ എന്ന് ഈ ചിത്രം കണ്ടപ്പോൾ തോന്നി. പിന്നെ സൂര്യയൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കഥയിലൊക്കെ ഒത്തിരി മാറ്റം ഉണ്ടാക്കുമായിരിക്കും ഇവിടെ. അതൊക്കെയാണ് പ്രശ്നം. ഇത് ഒരുമാതിരി കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ചിത്രമായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് സംശയമാണ്. കാരണം ഒരു ലാംഗ്വേജിൻ്റെ പ്രശ്നം തന്നെയാണ് പറഞ്ഞു പോകുന്നത്. ഹിന്ദിയുമായിട്ട് ബന്ധപ്പെട്ട ആ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട ഉള്ളൊരു കാരണമാണ് തമിഴും ഹിന്ദിയൊക്കെ തമ്മിലുള്ള ഫൈറ്റ്. ഇത് സെൻസർ ബോർഡ് കട്ട് ചെയ്ത 23 കട്ടിങ് ഉണ്ടായിരുന്നു ആദ്യമേ. പിന്നെ 15 കട്ടിങ് കൂടെ വേണമെന്ന് പറയുന്നു. അവസാനം ഇപ്പോൾ സിനിമയിലെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്ന സെൻസർ ബോർഡാണ്. എനിക്കിത് മനസ്സിലാക്കുന്നേ ഇല്ല. എന്തിന് സെൻസർ ബോർഡ്? മലയാളമായാലും തമിഴായാലും ഹിന്ദി ആയാലും ഈ സിനിമകൾ ഏകദേശം പുറത്തുവിട്ട് ഒത്തിരി നാളിന് ശേഷം എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഇത്രയും കട്ടിങ് വരുന്നത്. ഇത് കട്ട് ചെയ്താലും മ്യൂട്ട് ചെയ്താലും ഒക്കെ അവരുടെ ഈ ചുണ്ടനക്കുന്നതിനനുസരിച്ച് നമുക്ക് മനസ്സിലാവും എന്താ പറയാൻ പോകുന്നത്. പിന്നെ എന്തിനിത് കട്ട് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഏതായാലും ജനങ്ങൾക്കോട് ഏത് കാര്യവും സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക. അത് ഇഷ്ടപ്പെടേണ്ടായെന്ന് ജനങ്ങളല്ലേ തീരുമാനിക്കണ്ടേ. അവരുമായിട്ട് കൂടുതൽ ടച്ചിങ് ആണെങ്കിൽ അവരിഷ്ടപ്പെടും, അല്ലാത്തത് നമ്മൾ തള്ളിക്കളയും അല്ലേ. അത് ഇടയ്ക്കിടയ്ക്ക് സെൻസർ ഇത്ര 23 കട്ടിങ്, പിന്നെ അതിനുശേഷം 15 കട്ടിങ്ങോട് വേണം, കുറച്ച് മ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ജനനായകനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പരാശക്തിക്ക് സംഭവിച്ചത്. ഇനി ജനനായകൻ മാറ്റി വെച്ചുകൊണ്ട് പരാശക്തി ഇങ്ങനെ കൊടുത്തതാണോ എന്നറിയില്ല. ഏതായാലും ഇത് ചിത്രത്തെ വളരെയധികം ഈ വിവാദങ്ങളൊക്കെ തന്നെ ചിത്രങ്ങളെ വളരെ അനുകൂലമായിട്ട് ബാധിക്കും എന്നെനിക്ക് തോന്നുന്നു. ഇത് വൻ വിജയമാകുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. പിന്നെ പൊങ്കൽ പൊമ്മാഴ്ച ജനനായകനില്ല, അപ്പം പരാശക്തി ഒരു വിജയ ചിത്രമാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പൊതുവെ ഈ ചിത്രത്തിലെ കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒരു മികച്ച നിലവാരം പുലർത്തി എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ കുഴപ്പമില്ലാത്ത നിലവാരം പുലർത്തി. പിന്നെ കഥയിലെ ഒരു കെട്ടുറപ്പില്ലായ്മ ചിത്രത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. നല്ലൊരു കഥയായിരുന്നു, പക്ഷെ അത് ഈ പോരാട്ടങ്ങളുടെ കഥ, വിപ്ലവത്തിൻ്റെയൊക്കെ ഒരു കഥ. പക്ഷേ ചിത്രത്തിലുടനീളം പോരാട്ടം നമുക്ക് അത്രമേൽ അങ്ങ് ഫീൽ ചെയ്തില്ല. പോരാട്ടം എന്നൊക്കെ പറയുന്നത് നമ്മുടെ സിനിമകളിലൊക്കെ ഒരു ഇത് വരണമായിരുന്നു, പക്ഷെ അതങ്ങോട്ട് ഫീൽ ചെയ്തില്ല. ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് അത്രമേൽ ഫീൽ ചെയ്തില്ല. പിന്നെ സാമാന്യം എന്നാലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ചിത്രം, വലിയ കുഴപ്പമില്ലാത്ത ചിത്രമാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സൂര്യയും ദുൽഖറും ഒക്കെ വന്നിരുന്നെങ്കിൽ ഒരു പവർ കൂടിയാണ് കേട്ടോ. അത് നല്ലൊരു കഥാപാത്രമാണ് അവർ കൈവിട്ട് കളഞ്ഞത്, ഒരു വേറെ ലെവലായിട്ട് മാറിയാണ്. പിന്നെ ഇതിനകത്ത് സംഗീതമൊക്കെ ഒരു പവറുണ്ടായിരുന്നു, അതുപോലെ ഛായാഗ്രഹണം ഒരു പവറുണ്ടായിരുന്നു. ഇതൊക്കെ ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല. അങ്ങനെ ഒരുമാതിരി ഒരു
കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു ചിത്രം തന്നെയാണ് പരാശക്തി. പിന്നെ നമ്മൾ പലപ്പോഴും നമുക്ക് തോന്നത്തില്ലേ ഈ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടം 1960 കാലഘട്ടമാണ് പറഞ്ഞിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ കാലഘട്ടവുമായിട്ട് യോജിക്കുന്ന രീതിയിൽ തന്നെ ഈ പടം ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര ഒരു രസകരമായിട്ട് ഒതുക്കിയിട്ടുണ്ട്. നമുക്കൊരു പുതുമയൊക്കെ തോന്നും. തോന്നുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ കാലഘട്ടത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ ചില ഭാഷ സമയത്തൊക്കെ ഈ സംഭാഷണം ഇത് ഇപ്പോൾ സ്ഥിരമായിട്ട് സിനിമയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കത്തില്ലേ, ഒരാൾ സംഭാഷണം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ മറ്റൊരാൾ പറയുന്നു നീ അവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് തുടങ്ങണം. ഒരു നാടകത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന സംഭാഷണ ശൈലി മിക്കവാറും എല്ലാ പടങ്ങളിലും ഇപ്പം കടന്നുകൂടുന്നതായിട്ട് നോക്കുന്നുണ്ട്. ഒരു എന്താ പറയുന്നത് ഡ്രാമ ഡയലോഗുകൾ കൂടുതലെല്ലാം ഒരു ഡ്രാമ സെറ്റിങ്ങൊക്കെ അത് വളരെയധികം ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. അതിപ്പോൾ സ്ഥിരം ഒരു സിനിമയിലൊക്കെ കാണുന്നതാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ സിനിമാക്കാരേക്കാൾ കൂടുതൽ വളർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഓരോന്നും പലതും കണ്ട് നമുക്ക് ഈ സാങ്കേതിക വിദ്യയെപ്പറ്റിയൊക്കെ കൂടുതൽ അറിവ് കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ അതിൻ്റെ സാങ്കേതികമായുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിരക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് പിന്നെ അടുത്തത് വരുമ്പം നമ്മൾ അതിൻ്റെ തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് സിനിമ എടുത്തിട്ട് കാര്യമില്ല, അത് കാശ് മുടക്കിയിട്ട് കാര്യമില്ല. നമ്മൾ ഇന്നലെ നമ്മുടെ രാജാസാഹിബിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ സിനിമയുടെ കാശ് മുടക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് വേണ്ട വിധം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒഴുക്കുക എന്ന് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്ലൈമാക്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പടം തീർന്നു. ഞാൻ പറഞ്ഞില്ലയോ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയൊരു ചിത്രമാണ്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവായ കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയത് ഒരു പോരാട്ടത്തിൻ്റെ കഥ, ഒരു വിപ്ലവത്തിൻ്റെ കഥയൊക്കെ പറയുന്ന ഒരു ചിത്രത്തിനകത്ത് അനാവശ്യമായിട്ട് ഈ തമിഴ് ചിത്രങ്ങൾ സ്ഥിരമായി കാണുന്നതാണ്. ചില പാട്ടുകൾ അങ്ങോട്ട് കുത്തി നിറച്ച് വെക്കും. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ആ കഥയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ കുത്തി നിറച്ച് വെക്കുക. അതുപോലെ പ്രേമരംഗങ്ങൾ നിർബന്ധമാണ്. ഈ തമിഴ് ചിത്രത്തിന് പ്രത്യേകിച്ച് നിർബന്ധമാണ്. പക്ഷേ ഇതിനകത്ത് പ്രേമത്തിൻ്റെ ഒന്നും കാര്യമില്ല. ഇത് വലിച്ചു നീട്ടി ചുമ്മാ കൊണ്ടുപോകാൻ മാത്രമേ ഉള്ളൂ. ഇതുമായിട്ട് ഈ കഥയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കുറച്ച് പ്രേമരംഗങ്ങളും പാട്ടുകളും ഒക്കെ വളരെ അരോചകമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒഴിവാക്കി അല്പം കൂടെ ഒക്കെ വെട്ടിക്കുറച്ചിരുന്നെങ്കിൽ ഇതിലും മികച്ചൊരു അനുഭവമായിട്ട് ഈ ചിത്രം മാറിയേനെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ വലിയ ബ്രില്യൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്ത കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ ചിത്രമാണ്. പിന്നെ ഓരോരുത്തരുടെ അഭിരുചി ഓരോന്നാണ്. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക, കണ്ടവരുണ്ടെങ്കിൽ കണ്ടവരുടെ അഭിപ്രായം പറയുക. ഇതൊക്കെ തന്നെയാണ് ചിത്രവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പം താല്പര്യമുള്ളവർ പോയി കാണുക, അല്ലേ? താല്പര്യമില്ലാത്തവർ പോയി കാണുക. തിയേറ്ററിൽ പോയി പടം കണ്ടതിന് ശേഷം അതിൻ്റെ അഭിപ്രായം പറയണം. എങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഓരോരുത്തർക്കും അവരുടേതായ അഭിരുചികളും അവരുടേതായ രീതികളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. പോയി കാണുക, അഭിപ്രായങ്ങൾ എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.